പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് എന്ത് സംഭവിച്ചു? 14-15% സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് വിളിക്കുന്ന പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം 1.5% എങ്ങനെ? ഇന്ത്യയിൽ വ്യാപകമായി നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു നെറേറ്റീവാണ്, പാകിസ്ഥാനിൽ എങ്ങനെയാണ് 14-15% ഹിന്ദുക്കൾ 1.5% ഞാനും ശ്രീജിത്ത് പണിക്കർജിയും ന്യൂസ് 18-ൽ ഈ വിഷയം സംസാരിക്കുകയുണ്ടായി. ശ്രീജിത്ത് പണിക്കർജി എൻ്റെ അടുത്ത സുഹൃത്താണ്, വളരെ ബഹുമാനമുള്ള വ്യക്തിയാണ്. എൻ്റെ പല സംശയങ്ങളും ഞാൻ വിളിച്ചു ചോദിക്കാറുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ മകനെ സ്കൂളിൽ ചേർക്കുന്നത് പോലും അദ്ദേഹത്തിന്റെ ഒരു ഇൻപുട്ടും ഇൻസൈറ്റും കൂടി എടുത്താണ്. അതായത് ഞാൻ വളരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, എന്നാൽ അദ്ദേഹത്തോട് വിയോജിപ്പുള്ളൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഈ വിഷയം പറയുന്നതെന്ന് പറഞ്ഞാൽ, പാകിസ്ഥാനെ കുറിച്ചുള്ള ഈ വിഷയങ്ങൾ നമ്മുടെ നാട്ടിലെ വേറെ ആരും പറഞ്ഞു തരില്ല. പ്രത്യേകിച്ച് നമ്മുടെ മതേതരവാദികളോ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളോ ഒന്നും ഇത്തരം കാര്യങ്ങളിൽ ഒരു നിലപാടെടുക്കില്ല. എടുത്താൽ നീയൊക്കെ പാകിസ്ഥാനി പൊടാ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും. എനിക്ക് അങ്ങനെ പേടിയില്ല. ഇവരെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ എന്നെ എന്ത് പറഞ്ഞാലും പേടിയില്ല. നമ്മുടെ സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ്, എന്നും അവരോട് തല്ലുകൂടി സ്നേഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ പാകിസ്ഥാനെ കുറിച്ച് പോലും നമ്മൾ സത്യം പറയണം. അത് പാകിസ്ഥാനോട് സോഫ്റ്റ് കോൺട്രോൾ ഉള്ളത് കൊണ്ടല്ല, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അടിസ്ഥാന പ്രമാണം സത്യമേവ ജയതേ എന്നായതുകൊണ്ടാണ്. സത്യം ജയിക്കണം എന്നുള്ളതുകൊണ്ടാണ്. സത്യമാണ് നമ്മൾ അറിയേണ്ടതും പറയേണ്ടതും എന്നുള്ളതുകൊണ്ടാണ്. പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് എന്ത് പറ്റി നമുക്ക് പരിശോധിക്കാം. ആദ്യം ശ്രീജിത്ത് ഭായിയുടെ വാദഗതി കേൾക്കാം. അതായത് ശ്രീജിത്ത് ഭായ് ഇത് പറയുന്നതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, അതായത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ഈ വിശ്വാസികളല്ലാത്തവരെ, കാഫറുകളെയാണ് കൊല്ലുന്നതെങ്കിൽ പാകിസ്ഥാനിലുള്ളവരെ കൊന്നാ പോരെ എന്ന് ഞാൻ ചോദിച്ചു. അല്ലെങ്കിൽ സൗദി അറേബ്യ ഉള്ളവരെ കൊന്നാ പോരെ, ദുബായിലുള്ളവരെ കൊന്നാ പോരെ, എന്തിനാണ് നമ്മുടെ നാട്ടിൽ വന്ന് കൊല്ലുന്നത്? അതുകൊണ്ട് കാശ്മീരിൽ രാഷ്ട്രീയമാണ് പ്രശ്നം, അവിടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിൾ ആണ് നടക്കുന്നത്. അതിനെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, സംശയമൊന്നുമില്ല. നമ്മുടെ ഹിന്ദുത്വ തീവ്രവാദികൾ പല കാര്യങ്ങളും ചെയ്യുന്നത് പോലെ, ഗാന്ധിവധം അടക്കമുള്ള കാര്യങ്ങൾ മുതൽ പല കാര്യങ്ങളും ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ പശുവിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത് മുതൽ. അപ്പോ ആ പശ്ചാത്തലത്തിൽ ശ്രീജിത്ത് ഭായ് പറഞ്ഞ വാദങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് അതിന് മറുപടി കൊടുക്കാം. തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഇസ്ലാമിസ്റ്റ് ടെററിസം എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ, പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് അവിടെയുള്ള ഹിന്ദുക്കളെ കൊന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ അതവർ ചെയ്തിട്ടുണ്ട്. അതവര് ചെയ്തതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഏതാണ്ട് 15% വരെ ഉണ്ടായിരുന്ന അവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ ഇത് കേവലം 1.6%. ഞാൻ ചോദിക്കുന്ന, ഈ ആൾക്കാരെല്ലാം എവിടെ പോയി? നാച്ചുറലായിട്ട് മരിച്ചോ? അവർക്ക് റീപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി ഇല്ലാതെ അതുകൊണ്ട് ഓഫ് സ്പ്രിങ്ങുകളെ ഉണ്ടാക്കാൻ കഴിയാത്തതാണോ? അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായതുകൊണ്ട് അടുത്ത തലമുറ ഉണ്ടാകാത്തതാണോ? അല്ല, അവര് ക്ലെൻസ് ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ ക്ലെൻസ് ചെയ്യപ്പെട്ടത് കൊണ്ട്, അതായത് അവര് ക്ലെൻസ് ചെയ്യപ്പെട്ടതാണ്. പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ശ്രീജിത്ത് പണിക്കർജി പറയുന്നത്. പണിക്കർജിയുടെ ഈ നിലപാടിനെ, പണിക്കർജി എന്ന വ്യക്തിയെ വളരെ ഇഷ്ടത്തോടെ, എന്നാൽ പണിക്കർജിയുടെ ഈ നിലപാടിനെ നമുക്കൊന്ന് പരിശോധിക്കാം. അത് നമ്മുടെ ഇന്ത്യയിൽ വ്യാപകമായിട്ടുണ്ടാകുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്, ഒരു വാദഗതിയാണ്. അതിനെ ആഴത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ അതിന് ഗ്രോക്കിന്റെ ഹെൽപ്പ് എടുക്കാം. ഗ്രോക്ക്, ചാറ്റ് GPT, ഡീപ് സീക്ക് അടക്കമുള്ളതിലുണ്ട്. അതായത് നമുക്ക് ഗ്രോക്കിന്റെ ഹെൽപ്പ് എടുക്കാം. ഞാൻ ഗ്രോക്കിനോട് ടൈപ്പ് ചെയ്യാം, പ്ലീസ് ഗിവ് മീ ദി ഹിസ്റ്റോറിക്കൽ പോപ്പുലേഷൻ ഓഫ് ഹിന്ദുസ് ഇൻ പാകിസ്ഥാൻ ഇൻ എ ടേബിൾ ഫോർമാറ്റ് സ്റ്റാർട്ടിങ് ഫ്രം 1931. 1931 മുതൽ പാകിസ്ഥാനിലെ പോപ്പുലേഷൻ ഓഫ് ഹിന്ദുസ് ഇൻ പാകിസ്ഥാൻ ഇൻ എ ടേബിൾ ഫോർമാറ്റ് ഫ്രം 1931. ഓൾസോ ദെയർ പെർസെൻറ്റേജസ്. ഇനി അവരുടെ പെർസെൻറ്റേജ് എത്രമാത്രമാണ്? പെർസെൻറ്റേജസ്. പിന്നെന്ത് കൊടുക്കാം? പിന്നെ അവരുടെ പെർസെൻറ്റേജ് കൊടുക്കാം. ഹൗ മെനി പീപ്പിൾ മൈഗ്രേറ്റഡ്, ഹൗ മെനി പീപ്പിൾ വേണ്ട, ഹൗ മെനി ഹിന്ദുസ് മൈഗ്രേറ്റഡ്. സിഖുകാർ ഒരുപാട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ സിഖുകാരുടെ വിഷയം ഇവിടെ പ്രതിപാദിക്കാത്തതുകൊണ്ട് സിഖുകാരെ എടുക്കുന്നില്ല. ഹൗ മെനി ഹിന്ദുസ് മൈഗ്രേറ്റഡ് ഫ്രം പാകിസ്ഥാൻ ടു ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. പിന്നെ വാട്ട് ആർ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഹൗ മെനി പീപ്പിൾ കിൽഡ് ഫ്രം ബോത്ത് ഹിന്ദു ആൻഡ് മുസ്ലിം കമ്മ്യൂണിറ്റീസ് ഡ്യൂറിങ് പാർട്ടീഷൻ. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഇന്ത്യയോ പാകിസ്ഥാനോ അല്ല, അമേരിക്കയിലെ നമ്മുടെ ഇലോൺ മസ്ക് ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ നമ്മുടെ ഗ്രോക്കിൽ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ, പ്ലീസ് ഗിവ് മീ ദി ഹിസ്റ്റോറിക്കൽ പോപ്പുലേഷൻ ഓഫ് ഹിന്ദുസ് ഇൻ പാകിസ്ഥാൻ ഇൻ എ ടേബിൾ ഫോർമാറ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം 1931.
also their percentages, how many Hindus migrated from Pakistan to India post independence, what are internationally accepted statistics of how many people killed from both Hindu and Muslim communities during partition. നമുക്ക് അതിന്റെ കണക്ക് നമ്മുടെ ഗ്രോക്കിനോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താ ഗ്രോക്ക് പറയുന്നത് എന്ന് കേൾക്കട്ടെ. നിങ്ങൾക്ക് എനിക്ക് എന്താ തിരിച്ചു വെച്ച് വായിക്കാം. ഡീറ്റെയിൽഡ് റെസ്പോൺസ് ഓഫ് യുവർ ക്വയറി. യെസ്, ഇത് അതായത് വെസ്റ്റ് പാകിസ്ഥാൻ. ഓക്കെ, 1931 14.7, 1941 14.6%. പിന്നീടാണ് ശ്രീജിത് ഭായ് അടക്കം പല ആൾക്കാരും പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് 1951 1.58%, 1.5% അത് കുറഞ്ഞു എന്നുള്ളത്. അതായത് 39,80,000, 40 ലക്ഷത്തോളം ഹിന്ദുക്കളാണ് 1941 പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത്. അത് ഏകദേശം 5,31,000 കുറഞ്ഞു. എന്താണ് ഇതിന്റെ കാരണം? ആ കാരണം കൂടെ നമുക്ക് നോക്കാം. ഇത് ഗ്രോക്കിന്റെ നോട്ട്സ് ആണ്, നിങ്ങൾക്ക് ഇത് തന്നെ സെർച്ച് ചെയ്യാം. The drastic drop in Hindu percentage from 14.6 to 1.58 is due to partition related migration. 1941 നിന്ന് 1951 വരുമ്പോൾ 14.6 നിന്ന് 1.58 ആയതിന്റെ കാരണം അത് പാർട്ടീഷൻ റിലേറ്റഡ് മൈഗ്രേഷൻ ആണ്. ഇനി എത്ര ആൾക്കാർ ഹിന്ദു മൈഗ്രേഷൻ എത്ര ആൾക്കാർ പോയി എന്നും കൂടെ നമുക്ക് നോക്കാം. ഏകദേശം ഇത് ഹിന്ദുക്കളുടെയും സിഖുകളുടെയും കൂടെ ഒരുമിച്ചുള്ള കണക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം ഹിന്ദുവും സിഖും കൂടി ഒരുമിച്ച് ഉള്ള കണക്കാണ് ഇവർക്ക് അവൈലബിൾ ആയെന്ന് തോന്നുന്നു. 47 ലക്ഷം, അതായത് ഹിന്ദുവും സിഖും കൂടെ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വലിയൊരു ശതമാനം സിഖുകാരെയും കൂടെ കൂട്ടി, ഇല്ലെങ്കിൽ ഏകദേശം ഒരു 30 ലക്ഷത്തിനപ്പുറം ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഇതാണ് ആ പോപ്പുലേഷൻ ഇല്ലാതാകുന്നതിന്റെ കാരണം. പോപ്പുലേഷൻ അവിടെ ക്ലെൻസ് ചെയ്യപ്പെടുന്നതല്ല. ഇനി വെസ്റ്റ് പാകിസ്ഥാനിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഏകദേശം 70 ലക്ഷത്തോളം മുസ്ലിം സമൂഹത്തിലുണ്ടായിരുന്ന അന്നത്തെ പാകിസ്ഥാനോട് താല്പര്യമുള്ളവർ പാകിസ്ഥാനിലേക്കും പോയി. ഇനി ഈസ്റ്റ് പാകിസ്ഥാനിൽ, അതായത് ബംഗ്ലാദേശിൽ 28% ഉണ്ടായിരുന്നത്. 1951 ഇത് 22% കുറഞ്ഞു. അവിടുത്തെ 6% ആൾക്കാർ, ഏകദേശം 20 ലക്ഷം ഹിന്ദുക്കൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു ബംഗ്ലാദേശിൽ നിന്ന്. ഇപ്പോഴത്തെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് 3.4 മില്യൺ, അതായത് 34 ലക്ഷത്തോളം ഹിന്ദുക്കൾ ഇന്നത്തെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം, ഇതാണ് അതിന്റെ സത്യം. ഇനി ഇതിനിടയ്ക്ക് മരണങ്ങൾ ഉണ്ടായിട്ടില്ലേ, റേപ്പുകൾ ഉണ്ടായിട്ടില്ലേ, നിർബന്ധിത മതപരിവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിനെ ഇന്റർനാഷണലി അക്സെപ്റ്റഡ്, അതായത് നമ്മുടെ രണ്ട് രാജ്യങ്ങളും പറയുന്നതിന് വിഭിന്നമായി അന്താരാഷ്ട്ര നിഷ്പക്ഷമായ മാധ്യമങ്ങളും ലോക സമൂഹവും എടുക്കുന്ന കണക്കുകൾ എന്തൊക്കെയാണ്? കൃത്യമായ കണക്കുകൾ പലപ്പോഴും ഇല്ല. ഏകദേശം 2.3 മില്യൺ ആൾക്കാർ ഇതിൽ നിന്ന് നഷ്ടമായി, മരിച്ചു തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ പാർട്ടീഷന്റെ ഭാഗമായിട്ട് എല്ലാ സമുദായങ്ങളിൽ നിന്നും 2.5 മില്യൺ 25 ലക്ഷത്തോളം ആൾക്കാർ അൺഅക്കൗണ്ടഡ് ആയിട്ടും മറ്റും പോയി എന്നാണ് പറയുന്നത്. ഇതിൽ ഇരു വിഭാഗത്തിലെയും ആൾക്കാർ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ഒക്കെ ഉണ്ടായിരുന്നു. ഏകദേശം സ്കോളർലി എസ്റ്റിമേറ്റ്സ് റേഞ്ച് ഫ്രം 2 മില്യൺ ഡെത്ത് അക്രോസ് ഓൾ കമ്മ്യൂണിറ്റീസ്. ഏകദേശം 2 മില്യൺ 20 ലക്ഷം 25 ലക്ഷം വരെയാണ് ഇതിലെ കണക്കുകൾ ഉള്ളത്. ചില ഹിസ്റ്റോറിയൻസ് സൂചിപ്പിക്കുന്നത് ഇത് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണെന്നാണ്. അതായത് 10 ലക്ഷത്തോളം ആൾക്കാരാണ് ഈ പാർട്ടീഷനിൽ മരിച്ചത്. മരിച്ചത് പരസ്പരമുള്ള വിദ്വേഷം കൊണ്ടാണ്. ഹിന്ദുക്കൾ മാത്രമല്ല മരിച്ചത്, മുസ്ലിങ്ങൾ മാത്രമല്ല മരിച്ചത്, സിഖുകാർ കൂടി മരിച്ചു. ഇപ്പൊ ഹിന്ദുവും മുസ്ലിമും സിഖും സാധാരണ മനുഷ്യർ ഒരുപാട് ഈ പരസ്പര വിദ്വേഷത്തിന്റെ തീയിൽ വെന്തുരുകി എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോ ഈ രീതിയിൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആ നറേറ്റീവ് ഉണ്ടാകുന്നതിന്റെ കാരണം, ഈ ആ നറേറ്റീവിനെ എന്തുകൊണ്ടാണ് ഞാൻ അതിന്റെ സത്യം ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മള് ഹിന്ദുക്കൾ വിശിഷ്യ ഇന്ത്യക്കാർ വിശാല അർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളെ വസ്തുതാപരമായി പഠിക്കണം. എപ്പോഴും ഒരു ഹെയ്റ്റ് ഫിഗർ അപ്പുറത്തുണ്ടാവണമെന്നില്ല.
അതായത് അപ്പുറത്ത് എപ്പോഴും ആരെങ്കിലും ഇപ്പം എന്താ പറയുക, ചില ആൾക്കാർ ദേശീയവാദികളായ ചില ആൾക്കാർ പാകിസ്ഥാൻ ശത്രുപക്ഷത്ത് നോക്കും. നമ്മുടെ നാട്ടിലെ ഈ സാധാരണ തീവ്ര ഹിന്ദുത്വവാദികൾ അപ്പുറത്ത് മുസ്ലിമാണ് ശത്രു എന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല. ഞാനിത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മുടെ തീവ്ര ഹിന്ദുത്വവാദി സുഹൃത്തുക്കൾ ഇതിന്റെ അടിയിൽ പോലും വന്ന് എഴുതുന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴേ ഊഹിക്കാം. കണ്ടോ, അവൻ മുസ്ലിങ്ങളെ വെളുപ്പിക്കുകയാണ്, പാകിസ്ഥാനെ വെളുപ്പിച്ചെടുക്കുകയാണ്, കണ്ടോടാ നീ എന്തിനാ പാകിസ്ഥാനെ. ശരിക്കും ഇത് പാകിസ്ഥാന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന, നിങ്ങളുടെ മനസ്സിലെ ഈ കലി ഇല്ലാതാകാൻ വേണ്ടി ചെയ്യുന്ന, നിങ്ങളുടെ മനസ്സിലെ ഈ രീതിയിലുള്ള വിദ്വേഷവും വെറുപ്പും ഇല്ലാതാകാൻ വേണ്ടി ചെയ്യുന്ന, കാശ്മീരിൽ നമുക്ക് സംഭവിച്ച തീവ്രവാദി ആക്രമണങ്ങൾ ഇപ്പോഴത്തെ ലഭ്യമായ വിവരപ്രകാരം എല്ലാം പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിരിക്കാനാണ് സാധ്യത. ഇപ്പോഴത്തെ നമ്മുടെ ലഭ്യമായ വിവരങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. അതിശക്തമായ തിരിച്ചടി നമ്മുടെ നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും അജിത് ഡോവൽജിയും ഒക്കെ തിരിച്ചു കൊടുത്തോളൂ. പക്ഷേ ഈ കാണുന്ന ഈ നമ്മുടെ കമന്റുകളിൽ വെറുപ്പ് അല്ലെങ്കിൽ കമന്റുകളിൽ പരസ്പര വിരോധം ഉണ്ടാക്കുന്ന, വിദ്വേഷം ഉണ്ടാക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ ഈ പാകിസ്ഥാനോടുള്ള വെറുപ്പൊന്നുമല്ലോ. അവർക്ക് ഒന്നെങ്കിൽ ഈ വെറുപ്പുണ്ടാവും, അല്ലെങ്കിൽ നാളെ മോഹൻലാലിനോട് വെറുപ്പുണ്ടാവും, അല്ലെങ്കിൽ മാർപ്പാപ്പയോട് പോലും വെറുപ്പുണ്ടാവും, മഹാത്മാഗാന്ധിയോട് വെറുപ്പുണ്ടാവും. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തൊരു ശത്രുവിനെ ഇമാജിൻ ചെയ്ത്, വിഭാവനം ചെയ്ത്, അപ്പുറത്തൊരു ശത്രു ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ ആവേശം കൊള്ളാൻ നോക്കുക. അത് ഇന്ന് മുസ്ലിം ആണെങ്കിൽ നാളെ ഇന്നലെ ക്രിസ്ത്യാനി ആയിരിക്കും, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ദളിതനായിരിക്കും. ഈ അടിസ്ഥാനപരമായ പ്രശ്നം നിങ്ങളുടെ മനസ്സിന്, നമ്മുടെ മനസ്സിന് പലപ്പോഴും ഉണ്ട്. അതിനെ ശരിയാക്കാനാണ് അത് ചെയ്യുന്നത്. അതിപ്പം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. ആ ഘട്ടത്തിലൂടെ എനിക്ക് പോകുന്നവരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുമ്പോൾ ഇപ്പം ചീത്ത വിളിക്കുന്നവർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വന്ന് എൻ്റെ ഫേസ്ബുക്കിന് ലൈക്ക് അടിക്കുകയോ താങ്ക് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ വാസ്തവം. അത് ശ്രീജിത് ഭായ് അടക്കമുള്ളവർ അതിൽ തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് സംഭവിച്ചത് ഏകദേശം 35 ലക്ഷത്തോളം ഹിന്ദുക്കൾ, അല്ലെങ്കിൽ 30 ലക്ഷത്തിലധികം ഹിന്ദുക്കൾ ഇന്ത്യയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തതാണ്. അവർ കൊല്ലപ്പെട്ടതല്ല എന്ന സത്യം നമുക്ക് തിരിച്ചറിയാനാവട്ടെ. പാകിസ്ഥാനോട് പോലും മര്യാദ കാണിക്കുന്നതാണ്, പാകിസ്ഥാനോട് പോലും സത്യം പറയുന്നതാണ് ഭാരതത്തിന്റെ സംസ്കാരം. അതുകൊണ്ടാണ് നമ്മൾ സത്യമേവ ജയതേ എന്ന് വിളിക്കുന്നത്. ആ സത്യം ജയിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ.